റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനായിരുന്ന അലക്സി നവൽനിയെ ആരും മറന്നിട്ടുണ്ടാവില്ല. ജയിലിൽ വച്ചാണ് നവൽനി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. വടക്കൻ ആർട്ടിക് പ്രദേശത്തെ പീനൽ കോളനിയിൽ ജയിൽവാസം അനുഭവിക്കുന്നതിനിടെയാണ് നവൽനി മരിച്ചത്. വഞ്ചനാക്കുറ്റം ഉൾപ്പെടെ ചുമത്തി 30 വർഷത്തേക്കായിരുന്നു നവൽനിയെ ശിക്ഷിച്ചത്. നവൽനിയെ പീനൽ കോളനിയിലേക്ക് മാറ്റി 2 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്. പുടിനുമേൽ കരിനിഴലായി നവൽനിയുടെ മരണം ഇപ്പോഴും നിൽക്കുന്നു. നവൽനിയുടെ മരണത്തിനു പിന്നിൽ പുടിനാണെന്ന് ഭാര്യ യൂലിയ നവൽനി ആരോപിച്ചു. സ്വാഭാവിക മരണമെന്നാണ് അധികൃതർ പറഞ്ഞത്. എന്നാൽ പുടിൻ നവൽനിയെ പീഡിപ്പിക്കുകയും പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയെന്നുമാണ് ഭാര്യ ആരോപിച്ചത്. നവൽനിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടടങ്ങും മുമ്പ് ഭാര്യയെയും ജയിലിലടയ്ക്കാൻ ഒരുങ്ങുന്നു. തീവ്രവാദ കുറ്റമാണ് മോസ്കോയിലെ കോടതി യൂലിയ നവൽനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2 മാസത്തെ ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഇപ്പോൾ റഷ്യയിലല്ല നവൽനി താമസിക്കുന്നത്. റഷ്യയിൽ കാലുകുത്തിയാൽ നവൽനിയെ അറസ്റ്റ് ചെയ്യും. ഭർത്താവിന്റെ മരണത്തിന് ശേഷം റഷ്യയിലെ ഏകാധിപത്യ ഭരണത്തിനെതിരെ നിരന്തര പോരാട്ടത്തിലാണ് നവൽനിയ. തനിക്കെതിരെയുള്ള കോർട്ട് ഓർഡറിലല്ല, പുടിനെതിരായ യുദ്ധത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് അനുയായികളോട് എക്സിലൂടെ നവൽനിയ ആഹ്വാനം ചെയ്തു. വ്ളാഡിമിർ പുടിൻ കൊലയാളിയാണെന്നും യുദ്ധക്കുറ്റവാളിയാണെന്നും മറക്കരുതെന്നും അവർ കുറിച്ചു. അലക്സി നവൽനിയുടെ മരണത്തിൽ പുടിനെതിരെ അതിരൂക്ഷമായാണ് നവൽനിയെ പ്രതികരിച്ചത്. 3 വർഷത്തെ പീഡനത്തിന് ശേഷമാണ് നവൽനി മരിച്ചത്. പുടിനെതിരായ പോരാട്ടത്തിൽ 1 ദശാബ്ദത്തിലേറെയായി നവൽനിയുടെ അരികിൽ താൻ ഉണ്ടായിരുന്നു. ആ പോരാട്ടം തുടരുമെന്ന് താൻ പ്രതിജ്ഞയെടുക്കുന്നു. അലക്സിക്കും നമുക്കും വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുമ്പത്തേതിനേക്കാൾ കൂടുതൽ തീവ്രമായി പോരാടുകയാണ്. യുദ്ധത്തിനെതിരെ, അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ, ന്യായമായ തിരഞ്ഞെടുപ്പുകൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടാനും നമ്മുടെ രാജ്യം തിരിച്ചുപിടിക്കാൻ പോരാടാനുമുള്ള എല്ലാ അവസരങ്ങളും നാം ഉപയോഗിക്കേണ്ടതുണ്ട്. നവൽനിയെ കൊന്നവരെ പുറത്തു കൊണ്ടുവരും. 3 ദിവസം മുൻപ് നവൽനിയെ പുടിൻ എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ആരാണ് ഈ കുറ്റകൃത്യം നടത്തിയതെന്നും അത് എങ്ങനെ നടത്തിയെന്നും തീർച്ചയായും കണ്ടെത്തും. കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും, നവൽനിയ പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രതികരണം. ഈ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. യുക്രൈൻ യുദ്ധത്തിന്റെ പേരിലും പുടിൻ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്.